നമസ്കാരം. അങ്ങനെ ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 2 ഫൈനൽ കീയും പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ഫൈനൽ കീയിൽ വലിയ മാറ്റങ്ങളാണ്. അതായത് ഫസ്റ്റ് ഫേസിൽ 2 ഡിലീഷനും 4 ഓപ്ഷൻ ചേഞ്ചും ആയിരുന്നു. പക്ഷേ സെക്കൻഡ് സ്റ്റേജിലെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കിലും വലിയ ചലനങ്ങൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. നമുക്ക് ആ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ഇതാണ് ഫൈനൽ കീ. ഈ ഫൈനൽ കീ എന്ന് പറയുന്നത് ദാ ഇവിടെ കിടപ്പുണ്ട്. 16 മെയ് മാസത്തെ കേട്ടോ, 16 മെയ് മാസം 2026 നടത്തിയ രണ്ടാമത്തെ സ്റ്റേജ് പരീക്ഷയുടെ ഫൈനൽ കീ ആണ്. 48/2028 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. ഈ കാറ്റഗറി നമ്പർ പ്രകാരം ഓപ്ഷൻ ചേഞ്ച് ഉള്ളത് 14ാമത്തെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളൂ. ഞാൻ ആ ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷൻ ചേഞ്ച് ഉള്ളതും അതേപോലെ തന്നെ ഡിലീഷനുള്ള ചോദ്യങ്ങളും കാണിച്ചു തരാം. നിലവിൽ 5 ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ചേഞ്ച് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻ ചേഞ്ച് ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഡിലീഷനും സംഭവിച്ചിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ ഡിലീറ്റും ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5 ചോദ്യങ്ങൾ ഓപ്ഷൻ ചേഞ്ചും 5 ചോദ്യങ്ങൾക്ക് ഡിലീഷനുമാണ് സെക്കൻഡ് സ്റ്റേജിൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം. മക്കളെ, ഓപ്ഷൻ ചേഞ്ച് ഉള്ള 5 ചോദ്യങ്ങൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുള്ളത്. യെസ്, ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുള്ള 5 ചോദ്യങ്ങൾ ഞാൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓപ്ഷൻ ചേഞ്ച് ഉള്ള ആദ്യത്തെ ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പരാമർശമുള്ളത്: കിഴക്ക് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. കൊൽക്കത്തയിലേക്കാണ് ഇപ്പോൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എവിടെയാണ്? കൊൽക്കത്തയാണ്. ഓപ്ഷൻ ഡിയിലേക്കാണ് മാറ്റം. CB രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? അതിന്റെയും ഓപ്ഷൻ ഡി ആക്കിയിട്ട് ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രൊവിഷണൽ കീഴിലുള്ള ആൻസർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ചിലർക്ക് ആൻസർ തെറ്റിയിട്ടുണ്ടാവും, അവരുടേത് ഇപ്പൊ ശരിയായിട്ടുണ്ടാവും. ചിലര് ശരി ഉത്തരം ഓപ്ഷൻ വെച്ചിട്ട് കറക്റ്റ് ആയിരിക്കും, പ്രൊവിഷണൽ കീ വെച്ചിട്ട്. ഇപ്പൊ ഫൈനൽ കീയിൽ അത് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ കൂട്ടി വെച്ചിരിക്കുന്ന മാർക്കിലെല്ലാം എന്ത് വന്നിട്ടുണ്ടാവും? മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അത് വെച്ചിട്ട് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് നോക്കിയേ, 66ാമത്തെ ചോദ്യം. എയുടെ സഹോദരൻ ഡി, സിയുടെ മകനാണ് ഡി, സിയുടെ പിതാവാണ് ബി, ബിയുടെ ആരാണ് എ എന്ന ചോദ്യം. അതിലും ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായി നൽകിയിരിക്കുന്നത്. 67ാമത്തെ ചോദ്യം. ക്രോസിംഗിൽ ഒരു ദിശാസൂചന തൂണുണ്ടായിരുന്നു. ഒരു അപകടം കാരണം കിഴക്ക് കാണിക്കുന്ന പോയിന്റർ തെക്ക് കാണിക്കുന്ന തരത്തിൽ തൂൺ തിരിഞ്ഞു എന്ന് പറയുന്ന മാത്സിലെ തന്നെ മറ്റൊരു ചോദ്യം. അതിനെയും ഓപ്ഷൻ ഡി ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 67ന്റെയും ഓപ്ഷൻ ഡി ആണ്. അതേപോലെ തന്നെ 93ാമത്തെ ചോദ്യം. യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നതിന്റെ പരിഭാഷയാണ്. അത് ഓപ്ഷൻ എ ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 ഓപ്ഷൻ ചേഞ്ചുകളാണ്. ഡിലീഷൻസ് ഉള്ളത് 5 ചോദ്യങ്ങൾക്കാണ്. അതിൽ ആദ്യത്തെ ഡിലീഷൻ 29ാമത്തെ ചോദ്യം, 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ. സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്, പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നില്ല. ശരി കണ്ടുപിടിക്കണോ തെറ്റ് കണ്ടുപിടിക്കണോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത്. ഏറ്റവും കൂടുതൽ കുട്ടികളും പ്രൊവിഷണൽ കീ പ്രകാരം ശരിയാക്കിയ ഒരു ചോദ്യമായിരിക്കും ഇത്. അപ്പൊ അവരുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. അടുത്തത്, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഈ ചോദ്യം ഓൾറെഡി തെറ്റ് തന്നെ ആയിരുന്നു, കാരണം ഇതിൽ ഒരു ശരി ഉത്തരം ഉണ്ടായിരുന്നില്ല. 20ാമത്തെ ചോദ്യവും തെറ്റായിട്ട് വന്നിട്ടുണ്ട്, അതും ഡിലീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആണ്. 29, 20 ചോദ്യങ്ങൾ ഡിലീഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. 48ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ വിഭവ കമ്മിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന് പറയുന്നുണ്ട്. 48ാമത്തെ ചോദ്യം ഡിലീറ്റ് ആണ്. 64ാമത്തെ ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. 65ഉം ഡിലീഷൻ ആണ്. മാത്ത് 42, ലോജിക് 61. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഡിലീഷനും വന്നു, 5 ചോദ്യങ്ങൾ ഓപ്ഷൻ ചേഞ്ചും വന്നു. ഇനി എന്താണ് സംഭവിക്കുക? ആർക്കാണ് നോർമലൈസേഷൻ കിട്ടുക? മക്കളെ, നിലവിലത്തെ സ്ഥിതി ഇതാണ്. ഫസ്റ്റ് ഫേസിൽ 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി. അപ്പൊ അവിടെ ഇനി മാർക്ക് കാൽക്കുലേഷൻ 98 ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സെക്കൻഡ് ഫേസിൽ 5 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി. അവിടെ 95 ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് ഫേസ് വരാനുണ്ട്. അവിടെയും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിലീഷൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് ഏതാണ്? ഓപ്ഷൻ ചേഞ്ച് 2ഇടത്തും 4ഉം 5ഉം ചോദ്യങ്ങൾ വെച്ച് വന്നിട്ടുണ്ട്. ഇവിടെ സംഭവിക്കാൻ സാധ്യത, ഇപ്പൊ സെക്കൻഡ് ഫേസിനെ സംബന്ധിച്ച് സംഭവിക്കാൻ സാധ്യത എന്താണ്? ഇവിടെ ഒരു 44 മാർക്ക് മുതൽ 45 ഈ ഒരു റേഞ്ച് ഒക്കെ മാർക്ക് സ്കോർ ചെയ്ത വ്യക്തി, നമ്മൾ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന റേഞ്ച് ഒക്കെ അതാണ്. അപ്പൊ ഈ ഒരു മാർക്കിലൊക്കെ സ്കോർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മാർക്ക് ഒരു 40ലേക്കോ 41ലേക്കോ ഒക്കെ ചുരുങ്ങാൻ, അതായത് ഒരു 4 മുതൽ 6 മാർക്കിന്റെ വരെ വ്യത്യാസം വരാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് സെക്കൻഡ് ഫേസിൽ വന്നിട്ടുള്ളത്. അപ്പൊ 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെയൊക്കെ വ്യത്യാസങ്ങൾ
പലർക്കും കുറവ് സംഭവിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷെ അത് ഭൂരിഭാഗവും കുറവാകാനാണ് സാധ്യത. 4 മുതൽ 6 മാർക്കിന്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ 44 കിട്ടിയ ഒരു വ്യക്തിയാണ് എങ്കിൽ ഇനി ആര് പഠിച്ചു തുടങ്ങണം, ഇനി പഠിക്കണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാം. 44 നിങ്ങൾ കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അതായത് ഓൾറെഡി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ അതൊരു 40ലേക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? 40ലേക്ക് മാറാൻ സാധ്യതയുണ്ട്. മക്കളെ, നിലവിൽ 95 മാർക്കിലാണ് ഔട്ട് ഓഫ് വരേണ്ടത്. അപ്പൊ ഇതിനെ ഇനി എന്ത് ചെയ്യണം? 100ലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. 100ലേക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ 95% വെച്ചുകൊണ്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? ഞാൻ ഈ ഓപ്ഷൻ ചേഞ്ച് എടുത്തിട്ടില്ലേ, കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? നിങ്ങൾക്ക് 44 മാർക്ക് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്തത്. ശരിയല്ലേ? ഇപ്പൊ അതെന്തായിട്ട് മാറുകയാണ്? 100%ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതനുസരിച്ച് ഒരു മാറ്റം നിങ്ങൾക്ക് എവിടെയും ഉണ്ടാകും, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു മാർക്കിലും ഉണ്ടാകും. അപ്പൊ അതൊരു 43 മുതൽ 44 മാർക്ക് വരെയുള്ള ഇഫക്റ്റിലേക്ക് അതിനെ കൊണ്ടുപോയി വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ഇനിയും സ്റ്റാൻഡർഡൈസേഷൻ കൂടെ നടക്കുമ്പോൾ, അതായത് ഈ പറയുന്ന പ്രൊസീജിയർ കൂടി നടന്നിട്ട് നമുക്ക് ഈ ഡിലീഷനും ഓപ്ഷൻ ചേഞ്ചും 3 ഫേസുകളും ഒക്കെ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ വീണ്ടും അതിലൊരു മാറ്റം സംഭവിച്ചേക്കാം. ഒരു പക്ഷേ ഒരു 2 മാർക്ക് കൂടെയൊക്കെ മാറിയേക്കാം. അതായത് 40 മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ഓപ്ഷൻ ചേഞ്ചും ഡിലീഷനും ഒക്കെ കഴിഞ്ഞ് 40 മാർക്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് 4 മുതൽ 6 മാർക്ക് വരെ കൂടുതൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടിയേക്കാം. അത് കറക്റ്റ് തേർഡ് ഫേസും കൂടെ വന്നാലേ അറിയുള്ളൂ. പക്ഷെ 4 മുതൽ 6 മാർക്ക് വരെയൊക്കെ കൂടുതൽ അവന് കിട്ടിയേക്കാം. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. മാർക്ക് ഒത്തിരി കുറഞ്ഞു പോയി എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കൂടെ അവിടെ നടക്കാനായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ചിട്ടുള്ളൊരു മാറ്റം കൂടെ ഉണ്ടാകും. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ തവണകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത്. സെക്കൻഡ് ഫേസുകാർക്ക് അത്യാവശ്യം പൊതുവെ ടഫ്നെസ് ഉള്ള ഒരു പേപ്പർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 40ൽ നിന്നൊരു 4 മുതൽ 6 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് അങ്ങ് നിങ്ങൾ ലാഗ് അടിക്കേണ്ട. കാരണം ഇനി തേർഡ് ഫേസിന്റെ ഫൈനലിലേക്ക് വരാനുണ്ട്. അപ്പൊ തേർഡ് ഫേസിന്റെ ഫൈനലിലേക്ക് ഒരു പക്ഷെ അടുത്ത ആഴ്ചത്തേക്കായിരിക്കും വരിക. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടേ ഷോർട്ട് ലിസ്റ്റ് വരുള്ളൂ. എന്ന് പറഞ്ഞാല് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ജൂലൈയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ജൂലൈ ഒരു ആദ്യ 2 ആഴ്ചയിൽ പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മുടെ മുന്നിൽ സെപ്റ്റംബർ മാസത്തിൽ പരീക്ഷ നടക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമേ പ്രിപ്പറേഷന് വേണ്ടി കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഞാൻ ഈ പറയുന്ന ഒരു റേഞ്ചിൽ നിങ്ങൾ മാർക്ക് ഇച്ചിരി താഴേക്ക് വന്നാലും സെക്കൻഡ് ഫേസിൽ സ്റ്റാൻഡർഡൈസേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ കയറി പോകാം. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടുള്ള 2 ബാച്ചുകൾ, അതായത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചും, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ഡീലർ ഇതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ബാച്ചുകൾ 2 ബാച്ചുകൾ ഇപ്പോൾ റണ്ണിംഗ് ആണ്. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ 2499 രൂപ മാത്രമേ ഫീസ് വരുള്ളൂ. ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഈ 3 പരീക്ഷകൾക്കും, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും SBCIDക്കും വേണ്ടുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് വരിക. സിലബസും ഒക്കെ ഇപ്പൊ വരാൻ പോവുകയാണ്. ഈ മാസം അവസാനം നമുക്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ മാസത്തെ കലണ്ടർ വരും. അപ്പൊ അതിന് മുമ്പായിട്ട് മക്കളെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. 2499 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. വളരെ വേഗം തന്നെ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. വലിയ മാർഗ വ്യത്യാസങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾ നോക്കുക, നിങ്ങൾ ആ റേഞ്ചിലേക്ക് നോർമലൈസേഷൻ സംഭവിച്ചാൽ കയറി പോകാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ട് പഠിച്ചു തുടങ്ങുക. നിസ്സംശയം പഠിച്ചു തുടങ്ങുക. കാരണം അതിനുള്ള സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അവസാനം സമയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു കുറ്റബോധം വരരുത്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളാം. ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ക്ലാസ്സിൽ കാണാം.